പിന്നെ അവരുടെ മെറ്റീരിയൽ റൂം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം 9 മണിയാകുമ്പോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്യും, അപ്പോഴേക്ക് എത്തണമെന്നുണ്ട്. അപ്പോൾ എന്നെ അവർ വിളിച്ച് പറയുന്നു, എൻ്റെ ഏജന്റ് ആയിട്ടുള്ള ആളെ വിളിച്ച് പറയുന്നത് പിന്നെ ഇത് ഇങ്ങനെ തുറക്കാൻ പോകുന്നുണ്ട് ഇന്റിമേഷൻ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ആരോനെ വിളിച്ച് കാര്യം പറഞ്ഞു, പ്രോപ്പർ നോട്ടീസ് ഇല്ലാതെ ഒരു കാര്യം ഇതിനിടയിലൊക്കെ പലതവണ വിളിക്കുമ്പോഴൊന്നും ഒരു മെയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ടീസ് ഇല്ലാതെയാണ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ യാതൊരു മൂലം ഒരു റൂം ഞങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ നിങ്ങൾ തുറക്കാൻ പറ്റില്ല, പ്രോപ്പർ നോട്ടീസ് ഇല്ലാതെ തുറക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞു. മെയിൽ അയക്കുന്നു പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് തുറക്കണം, അതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ച് ഞങ്ങൾ മൂവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ 11 മണിയാകുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മെയിൽ പിന്നെ അവർ ഫോർവേഡ്. ആ സമയത്ത് ഇവിടെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തു എന്നുള്ളത് കണ്ടിട്ടാണ് ഞാൻ എനിക്ക് കോഴിക്കോട് യൂത്ത് ലീഗ് ഓഫീസ് പോകുന്ന വഴിയിൽ തിരിച്ചിങ്ങോട്ട് വരുന്നത്. കോൾ വരുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ റൂം ഇന്ന് പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലെ ചില സ്ട്രോങ് റൂമുകൾ സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഏജന്റിൻ്റെയോ പെർമിഷൻ അല്ലാതെ തുറന്നു എന്ന തരത്തിലുള്ള വ്യാപകമായ ന്യൂസുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒട്ടും വിശ്വാസ്യതയില്ലാത്തൊരു ഏജൻസിയാണ് ഇലക്ഷൻ കമ്മീഷൻ. പിന്നെ ജനങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചാൽ അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. എന്നിട്ടും അവർ ഇത്തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത, ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു ഏജൻസിയാണ് ഈ ഇലക്ഷൻ നടത്തുന്നത് എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായിട്ട് പോലും അവരെന്തുകൊണ്ടാണ് അതിനെ അല്പമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നുള്ള ആ വലിയ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള മിസ്മാനേജ്മെൻറ്റുകൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സ്ട്രോങ് റൂം സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റിൻ്റെയോ പെർമിഷൻ ഇല്ലാതെ അവരുടെ സാന്നിധ്യത്തിലല്ലാതെ തുറക്കാൻ പറ്റുക? അങ്ങനെ ഒരു ചാൻസ് ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ്റെ റൂളിൽ ഒരിക്കലും പറയുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ആ സ്ട്രോങ് റൂമുകൾ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് കടക്കണമെങ്കിൽ തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. കാരണം 24/7 ഇലക്ഷൻ കമ്മീഷൻ്റെ 24/7 CRPFൻ്റെ കാവലിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ആ ഒരു ഏരിയയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ ഒരുപാട് ആളുകളുടെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ അവർക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. 24/7 CCTV നിരീക്ഷണത്തിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടും ഈ സ്ഥാനാർത്ഥികളുടെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെയാണ് സ്ട്രോങ് റൂമുകൾ തുറക്കാൻ കഴിയുക? ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലെ വ്യാപകമായ ഒരു ക്രമക്കേട് നടത്തുമോ എന്നുള്ള ആ ഭയം കാരണത്താൽ തന്നെ പല സ്ഥാനാർത്ഥികളും അവരുടെ പല പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ ടീമിനെ, ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് വൈറ്റ് ഗാർഡ് 24/7 കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ ഏത് രൂപത്തിലേക്കാണ് മാറ്റപ്പെടുക എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ജനാധിപത്യ ബോധമുള്ള മിക്ക ആളുകൾക്കുണ്ടാവും. എനിക്ക് കോൺഗ്രസ് പ്രവർത്തകരോടും അതുപോലെ കോൺഗ്രസിൻ്റെ അനുഭാവമുള്ള, കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നുള്ള ആ വിശ്വാസ്യതയുള്ള ആളുകളോടും പറയാനുള്ളത്, ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്പരം കലഹിക്കുന്നതിന് പകരം ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ CCTVൻ്റെ മുമ്പിൽ 24/7 സർവൈലൻസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമസഭയിലേക്കൊരു MLA എങ്കിലും കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു MLA പോലും ഇല്ലാത്തൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് എന്നെ ഏറെ കൗതുകപ്പെടുത്തിയത് ശരിക്കും ഇങ്ങനെ ഒരു മിസ്മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരെ ശക്തമായി രംഗത്ത് വരണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ആകെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ കോൺഗ്രസിൻ്റെ പേരാമ്പ്ര മണ്ഡലത്തിലെ ഫാത്തിമ തെഹ്ലിയ, അതുപോലെ കോഴിക്കോട് DCC പ്രസിഡൻ്റായ പ്രവീൺ കുമാർ മാത്രമാണ് ഇതിലൊരു മാൽ പ്രാക്ടീസ് ഉണ്ട്, ഇത് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. എന്താ അവിടെ LDF സ്ഥാനാർത്ഥിക്ക് അവിടെ പരാതിയൊന്നുമില്ലേ? അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിക്ക് ഒരു പരാതിയൊന്നുമില്ലേ? നേരത്തെ തന്നെ ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ഡീലുണ്ട് എന്നുള്ള ആരോപണം നിരന്തരമായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇവർക്കാർക്കും ആരോപണം ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ അവരുടെ വോട്ടുകളും ഒരുപക്ഷെ ഇത്തരത്തിൽ നീക്കം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടെ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രോങ് റൂമുകൾ ഇത്തരം സർവീലൻസ് നടത്തിയിട്ട് പോലും എന്ത് റൂളിൻ്റെ ബലത്തിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ സ്ട്രോങ് റൂമുകൾ കുത്തി തുറന്ന് അതിൽ പരിശോധന നടത്തുന്നത്? അവിടെ വീഡിയോ പ്രൂഫിംഗ് ഒക്കെ നടക്കുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ പ്രൂഫിംഗ് ഒന്നും ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്ത് ലാസ്റ്റ് ഇത് കോടതികളിലേക്ക് എത്തിയാൽ പോലും ഇത് ഒരുപാട് കാലം ഇങ്ങനെ കോടതിയുടെ വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകാന്നല്ലാതെ ഒരു പെട്ടെന്നുള്ള റിസൾട്ടൊന്നും ഇതിൽ കാര്യങ്ങളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരോടും പ്രവർത്തകരോടുമാണ്, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ ഇടങ്ങളിൽ പരസ്പരം കലഹിച്ച് നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത്, ഈ സ്ട്രോങ് റൂമുകളിൽ അട്ടിമറികൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ കർശനമായ പരിശോധന നിങ്ങൾ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിയമസഭയിൽ മുഖ്യമന്ത്രിയാവാനല്ല, നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നിയമസഭ കാണാൻ പോലും ഭാഗ്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫാത്തിമ തെഹ്ലിയോട് ഈ വിഷയത്തിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്ന് ഫോർമാലിറ്റീസ് എന്തൊക്കെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഫാത്തിമ തെഹ്ലി അറിഞ്ഞിട്ട് പോലുമില്ല. ശരിക്കും ഒരു നോട്ടീസ് ഇങ്ങനെ ഇനി സ്ട്രോങ് റൂമുകൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഇലക്ഷൻ്റെ റിസൾട്ട്
അനൗൺസ് ചെയ്യുന്ന അന്നല്ലാതെ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പാടില്ല. അങ്ങനെ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ EVM തുറക്കപ്പെട്ട അതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഓഫീസാണ് തുറന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഓഫീസുകൾ തുറക്കുകയാണെങ്കിൽ പോലും അതിനൊരു പ്രോട്ടോകോൾ ഇല്ലേ? ഒന്നുകിൽ മെയിൽ ചെയ്യണം, ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് എന്തിനു വേണ്ടി തുറക്കുന്നു എന്നുള്ള ഒരു ക്ലാരിറ്റി സ്ഥാനാർത്ഥികൾ കൊടുക്കണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റിന് കൊടുക്കണം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ലീഡർഷിപ്പിന് കൊടുക്കണം. ഇതൊന്നുമില്ലാതെ ഒരു നേരത്തെ തന്നെ വാതിലുകൾ തുറക്കാനും അതിൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള തീരുമാനം എടുക്കുകയും എന്നിട്ട് അത് തുറന്നു കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു മെയിൽ ചെയ്തുകൊണ്ട് അതാ ഞങ്ങളോട് തുറന്നിട്ടുണ്ട് എന്നുള്ള ഒരു നീക്കം നടത്തുന്നതും ഒരുപാട് ആശങ്കകൾ ഈ വിഷയത്തിലുണ്ട്. കാരണം രാഹുൽ ഗാന്ധി 2 തവണ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ 3 തവണ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം തന്നെ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മുടെ വോട്ട് അടിച്ചു മാറ്റപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട്. ഇന്നിപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക പ്രെഡിക്ഷൻസും വന്നുകൊണ്ടിരിക്കുന്നത് മിക്കവാറും കോൺഗ്രസ് ഒരു 85-100 സീറ്റ് നേടി അധികാരത്തിലേക്ക് വരുമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ്, ആ ഒരു വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതേ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു പ്രെഡിക്ഷൻ നേരത്തെ ഹരിയാന ഇലക്ഷനിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഹരിയാന ഇലക്ഷനിൽ ഡെഫിനറ്റ്ലി എല്ലാ നാഷണൽ പ്രഡിക്ഷനും അതുപോലെ പല ഏജൻസീസ് പ്രഡിക്ഷൻ നടത്തിയിരുന്നു. ഒരിടത്ത് പോലും BJP അധികാരത്തിലേക്ക് വരുമെന്നോ BJP സീറ്റ് നേടുമെന്നുള്ള യാതൊരു പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവസാന റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ് തകർന്നു പോവുകയും BJP അധികാരത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. പിന്നീട് കോൺഗ്രസ് നടത്തിയ അന്വേഷണത്തിൽ 8 വോട്ടും വ്യാജമാണ് എന്നുള്ള കണ്ടെത്തലാണ് നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സങ്കീർണമായ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര വിജിലൻ്റായി നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഡെമോക്രസി, ജനാധിപത്യം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്താൻ എല്ലാവിധ സാധ്യതയുള്ള ഒരു നാടാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ തുടക്കം മുതലേയുള്ള പ്രവർത്തനം മിസ്മാനേജ്മെൻ്റ് ആണ്, ഒട്ടും ട്രാൻസ്പെറൻസി ഇല്ലാത്തതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് BJPയുടെ സീൽ വെച്ചിട്ടാണ് ആ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത്. പിന്നെ അതിനൊരു ക്ലാരിറ്റി ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കും, പക്ഷേ വിശ്വാസ്യതയില്ല. കോടതിക്ക് മുമ്പിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ആൻസർ അല്ലാതെ ആ സീല് വിവാദം പോലും കേരളത്തിലെ ജനങ്ങളെ ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്ട്രോങ് റൂമുകൾ കുത്തി തുറന്നുകൊണ്ട് അവിടെ സ്ഥാനങ്ങൾ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പേപ്പറുകൾ അത്തരത്തിൽ ഓഫീസുകൾ കൊണ്ടുവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നുകിൽ സ്ഥാനാർത്ഥി അറിയിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഏജന്റിനെ അറിയിക്കണം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പെ അറിയിക്കണം. അവരുടേത് കൂടി വിശ്വാസ്യത കണക്കിലെടുത്ത് മാത്രമേ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ. ഇതെന്താ വെള്ളരിക്കപ്പെട്ടാണോ? കഴിഞ്ഞ 10-20 ദിവസം രാവിലെയും വൈകുന്നേരവും അധ്വാനിച്ച് അവർ വോട്ടൊക്കെ പെട്ടിയിലായി സീൽ ചെയ്ത് വെച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ രാത്രിയും പകലൊക്കെ കുത്തി തുറന്നുകൊണ്ട് സ്ട്രോങ് റൂം പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി കാണുകയും അതിൽ ആക്ഷൻ എടുക്കുകയും ഇതിലൊരു ക്ലാരിറ്റി എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് നേടിയെടുക്കണം. ഇനി ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കോടതിയിൽ പോയിട്ട് ഇത് ചലഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. അപ്പോൾ ഗൗരവത്തോടു കൂടി നമ്മുടെ ഇലക്ഷനെ വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അട്ടിമറി ഡെഫിനറ്റ്ലി കേരളത്തിനും നടന്നാൽ അത് അത്ഭുതപ്പെടാനില്ല. കാരണം ഇതിൻ്റെ ഒരുപാട് അട്ടിമറിയുടെ പല ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. കർണാടകയിലെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എങ്ങനെയാണ് അട്ടിമറി നടന്നത് എന്ന് രാഹുൽ ഗാന്ധി വളരെ ക്ലിയറായി വിസിബിളായി കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഹരിയാനയിലും കാണിച്ചു തന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിലും കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഇങ്ങനെയാണ് കുട്ടി ചത്തത് എന്ന് ഒരു പോസ്റ്റ്മോർട്ടം നടത്തി പ്രൂവ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അധികാരം പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. അതുകൊണ്ട് BJPയും അതുപോലെ BJPയുമായിട്ടൊരു ഡീലുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന CJP എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മുടെ പൊളിറ്റിക്കൽ ഫോറങ്ങളിൽ വ്യാപകമായി കോയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ ഒരു പരാതി വരുമ്പോൾ അത് UDFന് മാത്രമല്ല പരാതി ഉണ്ടാവേണ്ടത്, LDFനും BJPക്കും പരാതി ഉണ്ടാവണം. പക്ഷെ അവരൊക്കെ ഈ വിഷയത്തിൽ നിസ്സംഗമായ മൗനമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാർ, കേരളത്തിലെ മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ കാര്യത്തിൽ ഗൗരവമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നവരെ കാത്തിരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും ഒരു വോട്ട് ചോരി നടന്നാൽ അത് അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.